ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം. പെറ്റ്സ് ഹോം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രാവുംകൂട്ടിൽ ഒന്ന് വന്നതാണ് കേട്ടോ. ഇവർക്ക് എല്ലാവരും എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ 2 എഗ്ഗ് വീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പെയറാണ് കേട്ടോ. ഇവരുടെ കുഞ്ഞുങ്ങളെയാണ് ഇത്. നമ്മളെ ടെഡി ഹൈഫ്ലയർ ബ്രീഡിൽ വരുന്ന ഒരു പെയറാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് രണ്ട് ബ്ലഡ് ലൈനിൽ വരുന്ന ബേർഡ്സ് ആണ്. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഇതാണ് കേട്ടോ നമ്മുടെ മെയില്. ഇതാണ് മെയില്, ഇത് ഫീമെയിൽ ബേർഡാണ്. ഓക്കെ, അപ്പോൾ ഇവർ 2 എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ടെഡി മിക്സ് ഹൈഫ്ലയർ. ഓക്കെ, ഇത് ഒരു ടെഡി ഇനത്തിൽ വരുന്ന തന്നെ മിക്സ് ബേർഡാണ്. അപ്പോൾ കളക്ട് ചെയ്ത് രണ്ടും ഒരേ സ്ഥലത്തു നിന്നും തന്നെയാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞാണ് നല്ല റിസൾട്ടുള്ള ബേർഡാണ്. പക്ഷെ അവർക്ക് ഒരു പെയർ കുഞ്ഞ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം ഒരു 2-3 വർഷത്തോളം ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ ഉള്ളത് നമ്മളതിൽ ഇപ്പം നിലവിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേർഡിൻ്റെ മദറാണ് ആയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സിറിലേട്ടൻ, കൊല്ലം കൊട്ടാരക്കരയുള്ള സിറിലേട്ടൻ്റെ ഹൈഫ്ലയർ റാംപൂരി മെയിലാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതുമാണ്. ഇത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ജോഡി ഇതേവരെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. മീൻസ് ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ മിക്സ് ഈ ഒരു പെയറിനെ നമ്മൾ പൊളിച്ചിട്ടില്ല. അപ്പോൾ ഇതിലും നമുക്ക് 2 എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലും കൂടി ആയിട്ട് ഒരു 8ഓളം എഗ്ഗ്. ഓക്കെ, 8ഓളം എഗ്ഗ് ഉണ്ട്. അതിൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഒരു 3 to 5 days കഴിഞ്ഞിട്ട് നമ്മൾ ബേർഡ്സിൻ്റെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബ്രീഡിങ് സെക്ഷൻ ഇങ്ങനെയാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ കൂട്ടിലും ഒരുപോലെ തന്നെ ബേർഡ്സ് അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ അധികം തുറന്നു വിടാറില്ല. കൂട്ടിനകത്ത് തന്നെയാണ് ഫീഡൊക്കെ വയ്ക്കുന്നത്. രാവിലെ നമ്മൾ മിക്സഡ് സീഡ്സും അതുപോലെ പ്രോവി ബൂസ്റ്റും മിക്സ് ചെയ്ത വാട്ടറും കൊടുക്കും. വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഈ ഒരു ടൈമിൽ 3:30-4 മണി സമയങ്ങളിൽ ഫിനിഷറാണ് കേട്ടോ കൊടുക്കുന്നത്. അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ. രാവിലെ കാരണം നല്ലോണം അവർ ഫില്ല് ചെയ്യും. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെറിയ അളവിൽ ഫിനിഷറും കൊടുത്ത് ഒപ്പം തന്നെ ഗ്രോവി പ്ലസ്സോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലിവർ ടോണിക്ക് മിക്സ് ചെയ്ത വാട്ടറും കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം നിലവിൽ നമ്മൾ ബേർഡ്സിനെ ടേക്ക് കെയർ ചെയ്ത് വരുന്നത്. കാരണം ഈ അടയിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, നമ്മൾ പരമാവധി നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അതിൽ മിക്സഡ് സീഡ്സിലും അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഇങ്ങനെയുള്ള ധാരാളം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവർ കുഞ്ഞ് വിരിഞ്ഞ് വരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്രോപ്പ് മിൽക്ക് കൊടുക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അടയിരിക്കുന്ന സമയം ബേർഡ് നല്ല കണ്ടീഷനാണ്. പിന്നെ അങ്ങോട്ട് അറിയാമല്ലോ, 2 കുഞ്ഞുങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ധാരാളം ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയങ്ങളിൽ ബേർഡ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ അവർ വീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു 2 നേരത്തെ ഫീഡിങ്ങും കൊടുക്കുന്നത്. അതുപോലെ ധാരാളം മൾട്ടി വിറ്റമിൻസും എല്ലാം ക്രമേണ ഒരു രീതിയിൽ കൊടുത്തു വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മറ്റു വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാവും പെറ്റ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.